റേഞ്ചേഴ്സ് ക്യാമ്പ് ഗ്രൂപ്പിനൊപ്പം നടത്തിയ ഈ മനോഹര യാത്ര രാവിലെ 6 മണിക്ക് എറണാകുളം KSRTC സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ചു. പിന്നങ്ങോട്ട് ഡാൻസും പാട്ടും മറ്റ് മോട്ടിവേഷൻ ക്ലാസ്സും അടങ്ങുന്ന അതിമനോഹരമായ മുഹൂർത്തങ്ങളായിരുന്നു. നിങ്ങൾ എനിക്ക് തരുന്ന ഒരു പ്രോമിസ് ആണ്, എന്ത്, നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നത്. അത് ഉറപ്പ്. അഞ്ച് മുതൽ 6 മണിക്കൂർ വരെ നീണ്ട ആ മനോഹര യാത്ര അങ്ങനെ എല്ലപ്പെട്ടി ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. എല്ലപ്പെട്ടി എന്നാൽ മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിയിൽ കുണ്ടള ഡാം കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോഴുള്ള ഒരു അതിമനോഹരമായ തീരത്തോട്ടങ്ങൾ അടങ്ങുന്ന ഗ്രാമപ്രദേശമാണ്. ഇവിടെ നിന്നും നമ്മളൊരു 3 കിലോമീറ്ററോളം കാൽനടയായി ഉള്ളിലേക്ക് കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ക്യാമ്പ്, ടെൻറ്റ് ക്യാമ്പ് കാണുന്നത്. തേയിലത്തോട്ടവും അതുപോലെ കാനന പാതകളും പിന്നിട്ട് ആണ് നമുക്ക് അവിടേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ എല്ലാവരും ക്യാമ്പിലേക്ക് നടത്തി പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അങ്ങനെ എല്ലപ്പെട്ടി എന്ന ആ ഗ്രാമത്തിൻ്റെ മനോഹാരിത നമുക്ക് ഇവിടെ നിന്നും കാണാം. മേഘങ്ങൾ തഴുകിപ്പോകുന്ന മലനിരകളും ചിത്രം വരച്ചതുപോലെ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പ് നിറഞ്ഞ ഭംഗി തേയിലച്ചെടികളെ മുത്തമിട്ട് പോകുന്ന കോടമഞ്ഞിൻ്റെ വാസനകളെ അതിനിടയിലൂടെയുള്ള ഈ വഴി, അതുപോലെ ആ പോകുന്ന വഴിയിൽ കാണുന്ന തൊഴിലാളികളുടെ ചെറിയ ലയങ്ങളും എല്ലാം മനോഹരമായ കാഴ്ചകളായിരുന്നു. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മുടെ ടെൻറ്റ് ക്യാമ്പിലേക്കുള്ള നടത്തം ആരംഭിച്ചു. കൂടുതൽ വഴി ഞങ്ങളെ സ്വാഗതം ചെയ്യാം. ക്യാമ്പിലെ പ്രധാനിയാണ് പട്ടികുട്ടൻ. നമ്മുടെ യാത്ര ഇങ്ങനെ ഈ മനോഹരമായ ദൃശ്യങ്ങൾ മനസ്സാൽ നുകർന്നെടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ചെറിയ ചാറ്റമഴയും നമ്മളെ തേടിയെത്തും.
ഹരിതാപമാർന്ന വഴിയിലൂടെ നമ്മൾ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ ചെറിയൊരു വനപാതയിലേക്ക് നമ്മുടെ യാത്ര നീളുകയാണ്. മല കയറാൻ തുടങ്ങി. ഇവിടെ വെച്ച് നല്ല മഴയായി. നമ്മൾ റെയിൻകോട്ട് ഒക്കെ എടുത്ത് അണിഞ്ഞു. അങ്ങനെ പോകുമ്പോൾ ഈ വഴിയൊക്കെ ശരിക്കും ആകർഷല്യവും എനിക്ക് കാലിൽ പിടിച്ച് അട്ടകളെ സാനിറ്റൈസർ കൊണ്ട് ഒഴിവാക്കിയും കാലിലെ കുറേ ചോരയൊക്കെ അട്ടകടിച്ചു പോയി. എന്നാലും ഈ പ്രകൃതി ഭംഗിയാർന്ന ഈ വഴിയിലൂടെ കോടമഞ്ഞിൽ കുളിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മളതൊന്നും അറിയുന്നില്ല. അങ്ങനെ പോയി 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 നമ്മുടെ കാൽനട യാത്ര ഈ ക്യാമ്പിൽ ചെന്ന് അവസാനിക്കുന്നു. സുന്ദരികളായ അട്ടകളെ നിഷ്കരണം പാർക്കി കളയുന്ന നമ്മുടെ കൊളീഗ്സിനെ കാണാം. 100 പേർക്കോളം താമസിക്കാൻ കഴിയുന്ന ധാരാളം ടെൻറ്റുകൾ അടങ്ങിയ പ്രകൃതി മനോഹരമായ ഒരു ക്യാമ്പ് സൈറ്റിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഈ ക്യാമ്പ് സൈറ്റ് മിക്കവാറും മിസ്റ്റ് മൂടിക്കിടക്കുന്ന ഒന്നാണ്. ഇവിടെയാണ് പ്രധാന ഹാപ്പനിങ് ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ വ്യൂവിലൂടെ താഴോട്ട് നോക്കുമ്പോൾ ബോഡിനായ്ക്കൻ്റെ ചിത്രം, ആ തമിഴ്നാട്ടിലെ ചെറിയ പട്ടണത്തിൻ്റെ ചിത്രം നമുക്ക് ഇവിടെ നിന്ന് കാണാം. എല്ലപ്പെട്ടി എന്നാൽ അവസാനത്തെ ഗ്രാമമെന്നാണ് തമിഴിൽ അറിയപ്പെടുന്നത്. അപ്പോൾ തമിഴ്നാടിൻ്റെ ബോർഡറോട് ചേർന്ന് കിടക്കുന്ന മീശപ്പുലിമലയും കൊളുക്കുമലയും അതിര് പങ്കിടുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ ഒരിടമാണ്. ക്യാമ്പിൽ വിവിധ ഗെയിമിംഗ് പ്രോഗ്രാമിന് പുറമെ രാത്രിയിൽ സംഗീതത്തിൻ്റെ ലഹരിയും ആസ്വദിച്ചുകൊണ്ട് ഫയർ ക്യാമ്പിൻ്റെ ചൂട് സ്വച്ഛന്തമായി ചെലവഴിക്കാം. എല്ലാവർക്കും അറിയണ പാട്ടാണെങ്കിൽ കൂടെ കാണുമല്ലോ. രാത്രി 1 മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് ശേഷം ക്യാമ്പിലെ ഉറക്കം കഴിഞ്ഞ് അതിരാവിലെ എണ്ണിച്ച് അടുത്തുള്ള എല്ലപ്പെട്ടി മലയിലേക്കുള്ള ട്രെക്കിംഗ് ആരംഭിച്ചു. ഏകദേശം 3 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന കുത്തനെയുള്ള കാടും മേടും താണ്ടിയുള്ള ട്രെക്കിംഗ് വളരെ ആയാസകരമായ ഒന്നായിരുന്നെങ്കിലും അട്ടകടിയും കൊണ്ട് അതിന് മുകളിൽ വലിഞ്ഞു കയറി എപ്പോഴുള്ള ആ പ്രകൃതിയുടെ മാസ്മരിക ഭംഗി വളരെ വളരെ എന്താണ് പറയുന്നത്, നമുക്ക് വാചകങ്ങൾക്ക് അതീതമായിരുന്നു. അത്രയ്ക്ക് മനോഹരമായി ആ കാഴ്ചകൾ നമുക്കിനി കാണാം. വിലങ്ങായി കിടക്കുന്ന മരച്ചില്ലകൾ തട്ടിമാറ്റി അട്ടകടിയും കൊണ്ട് നമ്മൾ കയറുമ്പോൾ ആദ്യമായി കണ്ട ഈ കാഴ്ച ബെഡ് കണ്ടു തുടങ്ങി. കാടും മേടും പുൽമേടും താണ്ടി നമ്മളിങ്ങനെ എത്തിച്ചേരുമ്പോൾ ഈ മനോഹര കാഴ്ചയിലേക്കാണ് നമ്മൾ വന്നു ചേരുന്നത്. വിശാലമായ ഈ ഭൂപ്രദേശം അതിഭയങ്കരമായ മലനിരകൾ കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഈ പ്രദേശം 3 ഭാഗവും മനോഹരമായ ക്ലൗഡ് ബിൽഡിംഗ് ദൃശ്യത്താൽ
നമ്മുടെ സുഹൃത്തുക്കളെ, പ്രകൃതിയുടെ മടിത്തട്ടിൽ നമ്മൾ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അവാച്യനിർഭരമായ ഇങ്ങനെ കുതിച്ചു വരാൻ നമ്മൾ കൊള്ളുമ്പോൾ ഇനി നമ്മൾ പൊളിക്കും ഗൈസ്. ഈ കോട മാറിക്കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരുന്നു. പ്രകൃതിയുടെ ദൃശ്യങ്ങൾ എത്ര പകർത്തിയാലും മതിവരാത്ത ഒന്നായതിനാൽ പിന്നീട് നമ്മൾ ഈ കാഴ്ചകളിലേക്ക് ഊളിയിട്ട് അമർന്നു. ഇതെല്ലാം കണ്ട് നമ്മുടെ സംഘാംഗങ്ങളെല്ലാം സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു. അപ്പം നമ്മുടെ ക്യാമ്പ് സെറ്റ് ചെയ്യുന്ന ആൾ പറഞ്ഞത് 11 ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു ക്ലൗഡ് ബെഡിങ് ദൃശ്യം നമ്മൾക്ക് ദൃശ്യമാകുന്നത്. കഷ്ടപ്പെട്ട് ഈ മലയുടെ മുകളിൽ വലിഞ്ഞു കയറിയെങ്കിലും ഇവിടെ കണ്ട കാഴ്ചകൾ എല്ലാവരെയും ആവേശഭരിതരാക്കി. ശരിക്കും ചിലരൊക്കെ ഈ ട്രെക്കിങ് മിസ് ചെയ്തു. പക്ഷേ അവർക്ക് ജീവിതത്തിലെ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഈ കാഴ്ച അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ഇവിടെ വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ വന്ന സമയത്ത് കിട്ടിയ കാഴ്ചകളൊക്കെ നമ്മൾ കൈപ്പറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ പുല്ലുകൾക്കിടയിലൂടെ മുന്നോട്ട് വന്ന് ഇങ്ങനെ വരുമ്പോൾ നേരം വെളുത്തു വരികയായിരുന്നു. സൂര്യൻ ഉദിക്കുവാൻ വേണ്ടി നമ്മളെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും ഈ എല്ലപ്പെട്ടി മലനിരയുടെ സൈഡിലുള്ള ഈ വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നു. ഈ എല്ലപ്പെട്ടി മലനിരകൾ അതിന് പങ്കിടുന്നത് ഒരു ഭാഗത്ത് കൊളുക്കുമലയും മറുഭാഗത്ത് ഈശപ്പുലിമലയുമാണ്. അപ്പം അവിടുത്തെ ചില കാഴ്ചകൾ നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ കാണാൻ കഴിയും. ഫിലിം കാണുന്നത് പോലെ വിശാലമായി കിടക്കുന്ന ഈ കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ക്ലൗഡ് വെട്ട് അമാനമാടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയുടെ ഈ ദൃശ്യഭംഗി ഇവിടെയല്ലാതെ മറ്റെങ്ങും നമുക്ക് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ട്രെക്കിങ്ങിനും മറ്റും പോയിരുന്നെങ്കിലും ഇത്ര നല്ലൊരു ക്ലൗഡ് ബെഡി ദൃശ്യമായത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതിൻ്റെ ആദർശത്തിലായിരുന്നു നമ്മുടെ എല്ലാ ക്യാമ്പ് മെമ്പേഴ്സും ഞാൻ. എല്ലാവരും എടുത്ത നിന്നെ ഇരിക്കട്ടെ. നീ ബുദ്ധദേവദാസ് ഗുപ്ത. എല്ലാരും ഇങ്ങോട്ട് നിൽക്കൂ. കാലിൽ അട്ടകടിച്ച് ചോരയൊലിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഈ പ്രകൃതി രമണീയതയിൽ അലിഞ്ഞ മനസ്സുമായി നിൽക്കുമ്പോൾ നമുക്ക് അറിവുണ്ടായതേയില്ല. അങ്ങനെ അട്ടകടിയേറ്റ് ചോര വാർന്നിടുന്ന കാലും കൊണ്ട് അവിടെ നിൽക്കുമ്പോഴും ഈ പ്രകൃതിയുടെ കരവിരുന്നിൽ നമ്മൾ അതിശയം കൂറി അങ്ങകലെ ആകാശത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹരമായ ദൃശ്യം ആ മൂടമഞ്ഞിൻ്റെ കുളിർമയിലൂടെ നമ്മൾ കണ്ടിരിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും മാത്രം ലഭ്യമാകുന്ന ഒരു അവസരമാണ്. എല്ലാവരും ഫോട്ടോ എടുത്ത് തീർക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു പിന്നെ അവിടെ കണ്ടത്. കുറേ നേരം സ്വസ്ഥമായിട്ടിരുന്ന് ഈ പ്രകൃതി ഭംഗിയിൽ ലയിച്ച് ഞാനും ഇവരോടൊപ്പം അവിടെ ഇരുന്നു. എന്തൊരു കാഴ്ചയായിരുന്നു. ശരിക്കും കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ്. ഒരിക്കലും നേച്ചർ സ്വന്തം കരവിരുതാൽ വരച്ചു തീർത്ത ഒരു മനോഹര ചിത്രം പോലെ അങ്ങകലെ മൂടൽമഞ്ഞ് മാറുന്ന അവസരത്തിൽ ബോഡിനായ്ക്കന്നൂർ എന്ന തമിഴ് ഗ്രാമം കാണാമായിരുന്നു. ശരിക്കും ഈ എല്ലപ്പെട്ടി സ്ഥിതി ചെയ്യുന്നത്
കേരള തമിഴ്നാട് ബോർഡറിൽ ടോപ്പ് സ്റ്റേഷനോടടുത്ത് കുർള ഡാം കഴിയുമ്പോൾ ഒരു 3 കിലോമീറ്റർ തേയിലത്തോട്ടവും കാടും കവർന്ന് ഉള്ളിലേക്ക് കയറി വരുമ്പോഴാണ്. ഇങ്ങനെ ക്ലൗഡ് ബിൽഡിങ് ഈ നമ്മൾ നിൽക്കുന്ന വ്യൂ പോയിന്റിൻ്റെ 3 വശത്തും മനോഹരമായ ക്ലൗഡ് ബിൽഡിങ്ങാണ്. ഇടയ്ക്ക് കോടമഞ്ഞ് മാറുമ്പോൾ മാമലകളുടെ മനോഹര ദൃശ്യം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണാം. അവിടെ എത്തി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ ക്ലൗഡ് ബിൽഡിംഗ് പ്രതിഭാസം മാറിയിരുന്നില്ല. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ തേയിലത്തോട്ടത്തിൻ്റെ മനോഹാരിതയും മാമലകളുടെ ദൃശ്യഭംഗിയും ആകാശത്തിൽ ചാലിച്ച് നിൽക്കുന്ന സൂര്യകിരണങ്ങളുടെ മനോഹാരിതയും നമ്മുടെ മനസ്സുകളെ ആകർഷിച്ച് ശരിക്കും ഇവിടെ നിന്ന് പോകുവാൻ മനസ്സില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചേർക്കും. അങ്ങനെ ആ മനോഹര കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ മലയിറങ്ങാൻ തുടങ്ങി. മലയിറങ്ങുന്നതും കുത്തനെയുള്ള ഇറക്കമായതിനാൽ വളരെ പ്രയാസപ്പെട്ട ഒന്നായിരുന്നു. എന്നാലും എല്ലാവരും പരസ്പരം സഹായിച്ചും മറ്റും ആർക്കും ഒരു അപകടവും പറ്റാതെ മലയിറങ്ങി താഴേക്ക് നമ്മൾ വന്നു.
താഴേക്ക് വരുമ്പോഴും ക്ലൗഡ് ബിൽഡിംഗ് അവസാനിച്ചിരുന്നില്ല. അതിങ്ങനെ നമ്മളെ വീണ്ടും ആകർഷിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് ചുറ്റും പരന്ന് കിടക്കുകയായിരുന്നു. അവിടെ നിന്നും ഈ കുറ്റിക്കാടുകളും മറ്റും വകഞ്ഞു മാറ്റി നമ്മൾ പതുക്കെ മലയിറങ്ങി നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് നടത്തം തുടർന്നു. ഈ പോകുന്ന വഴിക്ക് ഉണ്ടാകുന്ന ആ ചെറു കാട്ടിലെ മരങ്ങളും മറ്റുള്ള ദൃശ്യവും വളരെ മനോഹരമായ ഒന്നായിരുന്നു. ഇങ്ങനെ ചെറുചെടികൾ വകഞ്ഞു മാറ്റി നമ്മൾ താഴേക്ക് നടത്തം തുടർന്നു. തിരികെയുള്ള മലയിറക്കം നല്ല ഇറക്കമായതിനാൽ സൂക്ഷിച്ചിറങ്ങണം എന്ന് മാത്രമേ ഉള്ളായിരുന്നു. വളരെ ആയാസകരമായിരുന്നില്ല. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ മനോഹരമായ ക്യാമ്പ് സൈറ്റിൽ എത്തിച്ചേർന്നു. വിവിധതരം പക്ഷികളുടെ കളകളാരവും അതുപോലെ തന്നെ ചുറ്റും കാണുന്ന കൊളുക്കുമലയുടെയും മീശപ്പുലി മലയുടെയും ദൃശ്യഭംഗിയും ബോഡിനായ്ക്കിന്നൂർ എന്ന തമിഴ്നാട് പട്ടണത്തിൻ്റെ ദൂരക്കാഴ്ചകളും എല്ലാം നമുക്ക് ഈ ക്യാമ്പ് സൈറ്റിൽ നിന്നും ദൃശ്യമാണ്. ഈ ക്യാമ്പ് തന്നെ വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശത്താണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ക്യാമ്പായിട്ട് വരണമെന്നുമില്ല, ഒറ്റയ്ക്ക് വന്നാലും ഇവിടെ താമസ സൗകര്യം ലഭ്യമാണ്. എല്ലപ്പെട്ടി ക്യാമ്പിംഗ് എന്ന് നമ്മൾ സൈറ്റിൽ അടിച്ച് നോക്കിയാൽ ഇവിടെ ഓൺലൈനായിട്ട് തന്നെ എല്ലാം ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാനതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്കൊന്നും പോയില്ല. ക്യാമ്പ് ആസ്വദിക്കുക എന്നതായിരുന്നു പ്രധാന ദൗത്യം വന്നതിനാൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നില്ല. ഇങ്ങനെ ഈ ക്യാമ്പിൻ്റെ ഫ്രണ്ട് തന്നെ എപ്പോഴും മഞ്ഞുമൂടുന്ന അവസ്ഥയിലാണ്. ഇവിടെയാണ് പ്രധാന ഹാപ്പനിങ് ഏരിയ. ഇവിടെ ചുറ്റും താഴോട്ട് നല്ല പച്ച വിരിച്ച പ്രതലത്തിൽ ടെൻറ്റുകൾ മനോഹരമായിട്ട് ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇത്ര നല്ല ഒരു ക്യാമ്പ് നമുക്കായി ഒരുക്കിത്തന്ന ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്ന ഗ്രൂപ്പിന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ശരിക്കും സ്ട്രേഞ്ചേഴ്സായി വന്ന നമ്മൾ 45 പേർ സുഹൃത്തുക്കളായി മടങ്ങുന്ന കാഴ്ചയ്ക്ക് ക്യാമ്പിലെ താമസവും കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയോടുകൂടി നമ്മൾ തിരികെ നേരത്തെ കണ്ട ആ വഴികളിലൂടെ തന്നെ എല്ലപ്പെട്ടിയിലെത്തി നാട്ടിലേക്ക് മടങ്ങി.